രാവിലെ തന്നെ ചുമച്ച് പണ്ടാരടങ്ങിയിട്ട് ഇരിക്കുന്ന ഇരിപ്പാന്നിട്ടേ കാണുന്നത്. 2-3 ദിവസമായിട്ട് നമ്മളിടയൊന്നും മഴക്ക് ഒരു കുറവുമില്ല, പെയ്തോണ്ട് നിന്നിട്ടേ ഇല്ല. ഇന്നലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇടയ്ക്ക് മഴ നന്നായിട്ടൊന്ന് നനയേണ്ടി വന്നു. പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സാഹചര്യമായിപ്പോയി. ഇന്നലെ ഞാനിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിന്. അടുക്കത്ത് അമ്പലം എന്നാ പറയല്. ആടെ എത്തിക്കഴിയുമ്പോഴേക്ക് മഴ പെയ്യാൻ തുടങ്ങി. ഇന്നലെ നമ്മൾ പോകുന്ന സമയത്ത് വലിയ മഴയൊന്നും ഉണ്ടായിട്ടാ, നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. അമ്പലത്തിൽ പൂജ തുടങ്ങുന്ന സമയമായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പൂജ തുടങ്ങുന്ന ആ സമയത്താണ് പുറത്തുനിന്ന് ഒരാൾ ഉള്ളിലേക്ക് വന്നു. അയാൾ നമ്മളോട് പറയുന്നത് ചെരുപ്പെല്ലാം ഒഴുകി പോകുന്നുണ്ട് എന്ന്. പെട്ടെന്ന് നമുക്കത്ര മനസ്സിലായില്ല, അത്ര പരിചയമുള്ള സ്ഥലമല്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വലിയ തോട് എന്ന് പറഞ്ഞാൽ ഇവർ പുഴയിൽ ഒഴുകുന്ന പോലെയാണ് വെള്ളം ഒഴുകുന്നത്. പോയി ആ വെള്ളത്തിൻ്റെ ബാക്കിൽ തന്നെ പോകുമ്പോൾ കുറേ ചെരുപ്പ് ഒഴുകി പോകുന്നുണ്ട്. നമ്മൾ പോയി പിടിച്ച് എല്ലാം പോയ ചെരുപ്പെല്ലാം പിടിച്ച് വെച്ചു. എൻ്റെ ബാക്കി എല്ലാവരും ചെരുപ്പും കിട്ടി. നമ്മളഞ്ച് പോയ ബാക്കി എല്ലാവരും ചെരുപ്പും കിട്ടി. എൻ്റെ ചെരുപ്പ് മാത്രം കിട്ടിയില്ല. കുറേ മുമ്പിലേക്ക് പോയിട്ട് ഇല്ല, പോയി. എൻ്റെ ഒരു നൈസ് ചെരുപ്പായിരുന്നു. നൈസ് തന്നെ ചെറിയ ഫ്ലാറ്റായിട്ടുള്ളൊരു ചെരുപ്പായിരുന്നു. അങ്ങനെ അത് പോയി എന്ന് തന്നെ വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് വരാൻ നോക്കുമ്പോൾ നമ്മളൊന്നിച്ചുണ്ടായ ഒരു ചേച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചെരുപ്പ് ഒഴുകി വരുന്നുണ്ട്. അത് കുടയോണ്ട് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ആ പെരുമഴ ഏകദേശം ഒരു 10-15 മിനിറ്റ് നനഞ്ഞു. അപ്പോഴേ അറിയായിരുന്നു വീട്ടിലെത്തുമ്പോൾ എന്തായാലും പനി വരുന്നു. പക്ഷെ നമ്മൾ അതൊന്നും ആലോചിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും ചെരുപ്പ് കണ്ടുപിടിക്കണം. പുതിയ ചെരുപ്പായിരുന്നു ആദ്യമായിട്ടിടുന്നത്. ആ ഒരു രീതിയിൽ മഴ ആ സ്ഥലം മുഴുവൻ പാഞ്ഞ് നടന്നത് കണ്ടുപിടിച്ച് കിട്ടിയപ്പോഴാണ് സമാധാനമായത്. പക്ഷെ ഒരു അതിശയം വെള്ളം വന്നിട്ടും നമ്മളൊന്നിച്ച് വന്നതോ ആടെ അമ്പലത്തിലുണ്ടായതോ ആയ ഒരാളെ ചെരുപ്പ് പോലും പോയിട്ടില്ല. എല്ലാവരും ചെരുപ്പും കിട്ടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പ്രസാദവും വാങ്ങിയിട്ട് ആമയൂട്ടിന് പോകുന്നതാണ് കേട്ടോ ഇത്. അതിലെല്ലാം നിറച്ചു ആമയായിരുന്നു. ആ പ്രസാദം, അതായത് ആമയുടെ ചോറ് കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിൽ വെക്കുമ്പോഴേക്ക് ആമ ആടുന്ന് വീടുന്നെല്ലാം വരുന്നുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ചിട്ട് നമ്മ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നമുക്ക് എല്ലാ അമ്പലത്തിൽ പോയാലും ഒരു പോസിറ്റീവ് എനർജിയാണല്ലേ, പക്ഷെ ഇവിടെ അതിൻ്റെ എക്സ്ട്രീം ആയിരുന്നു. ഒരു പറയാൻ പറ്റാത്തൊരു സുഖം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.